അവർ വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടി. ഇപ്പോൾ നമ്മൾ കാണുന്നത് കടയിലേക്ക് അതായത് സമീപത്തുള്ള പെയിന്റ് കടയുടെ സമീപത്തുള്ള ബേക്കറിയിലേക്ക് തീ പടർന്നതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആ കടയിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് മുകളിലേക്ക് ഭിത്തി പൊളിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ടായിരുന്നു. കാരണം താഴ്ഭാഗത്തെല്ലാം കത്തിയത് കാരണം തന്നെ എന്താ സംഭവിച്ചത്? എന്തായാലും അവരുടെ മുകളിലേക്ക് അതല്ല, അവര് തീ അണക്കുന്നതിന് മുമ്പ് അവരുടെ മേലേക്ക് ഇത് വീണിരുന്നു. ഈ ബേക്കറി ആരുടെ? എന്താണ് സംഭവിച്ചത്? ഇത് അവിടെ പെയിന്റ് കടയിൽ എന്തോ വയറിങ് എന്തോ അവിടെ നിന്നോ ഷോർട്ടായി പോകുന്നതാ. അവിടെ പെട്ടെന്ന് തീ പൊളുന്നത് കണ്ടത്. പെയിന്റ് ഷോപ്പാണ് ഇപ്പുറത്ത്. അതിന് തീ പോകുന്നതാ കണ്ടത്. പെട്ടെന്ന് പോകാൻ ചാടി ഇറങ്ങിയതാ. ബേക്കറിയിലേക്ക് തീ പറഞ്ഞത്. ആ ബേക്കറി ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും തോന്നുന്നത്. അതുപോലെ സീലിംഗ് ചൂടായിട്ട് പൊളിഞ്ഞു വീണതാ. സീലിംഗ് പൊളിഞ്ഞു വീണത്. ഇല്ല, ബാക്കോട്ട് നല്ലുണ്ട്. മുകളിലേക്കൊക്കെ വരുന്നുണ്ട്. മുകളിലേക്ക് തീയുണ്ട്. അതിനുള്ളൊക്കെ തീ പഠിക്കുന്നുണ്ട്. എന്തായാലും തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഈ പുറമേക്ക് കാണുന്നിടത്തേക്ക് മാത്രമേ തീ ഇപ്പോൾ അണക്കാനാകുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഉള്ളിലേക്ക് തീ ഉണ്ട് എന്നും അതുപോലെ കടയുടമ പറയുന്നത്, തൊട്ടടുത്ത ബേക്കറി ഉടമ പറയുന്നത് അതിലേക്കും തീ പടർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ നിലയിൽ എന്തെങ്കിലും താമസക്കാർ കുറച്ച് കുട്ടികളുണ്ട്. പുറത്തേക്കാക്കി. ഏതായാലും ബിൽഡിംഗിൽ ഇപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓരോ പുറത്തേക്കാക്കിയിട്ടുണ്ട്. താട്ടാക്കിയിട്ടുണ്ട്. തീ പടരുന്ന എന്തായാലും ഈ ബിൽഡിംഗിന്റെ മുകൾ നിലയിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മുകളിലേക്ക് പുക ഉയരുന്നത് പോലെ തന്നെ ഉള്ളിലൂടെ തീ മുകളിലേക്ക് പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അടുത്തുള്ള സീലിംഗ് അടർന്ന് താഴേക്ക് വീഴുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും മുകളിലുണ്ടായിരുന്ന PSCക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരുടെ കോച്ചിങ് ക്ലാസ് അടക്കമുള്ള കാര്യങ്ങളാണ് മുകളിലുള്ളത്. പക്ഷെ ആ ആളുകളെ ഇപ്പോൾ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾനാശം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ആളുകൾക്ക് പരിക്കേൽക്കുന്നതിന് മുമ്പ് ആളുകളെ രക്ഷിക്കാൻ നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ പോലീസിനും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും ഈ തീ അണക്കാനുള്ള പരിശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായി എന്നോ അല്ലെങ്കിൽ ഉടനെ തീ നിയന്ത്രണ വിധേയമാക്കാനാകും എന്നോ പറയാനാവാത്ത സാഹചര്യമുണ്ട്. കാരണം തീ പുതിയ മേഖലകളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തന്നെ ആ പെയിന്റ് കടയിലേക്ക് ഉള്ളിലേക്ക് കയറി ചെല്ലാനും ഈ രക്ഷാസേനയ്ക്ക് കഴിയാത്ത സാഹചര്യമുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുറത്തുനിന്ന് വെള്ളം ചീറ്റിക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. തീ ഒരുവിധം നിയന്ത്രണ വിധേയമായാൽ മാത്രമേ ഉള്ളിലേക്ക് കയറാൻ കഴിയൂ. എന്തായാലും ഇപ്പോഴും ഉള്ളിൽ കയറിക്കൊണ്ട് തീ അണക്കാനുള്ള ശ്രമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തീ നിയന്ത്രണം വിധേയമാക്കാനായിട്ടില്ല. മുകളിലേക്കും അതുപോലെ തന്നെ തൊട്ടടുത്ത കടകളിലേക്കും 3 കടകളിലാണ് 3 മുറികളിലായാണ് പെയിന്റ് കട, ഈ കളർ മാർട്ട് എന്ന് പറയുന്ന പെയിന്റ് കട ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ അടുത്തുള്ള ഈ പെയിന്റ് കടക്ക് തൊട്ടടുത്തുള്ള ബേക്കറിയിലേക്കും തീ പടരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ശക്തമായി തീ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികൾ പറയുന്നത്, ഈ ബേക്കറി ഉടമ നമ്മോട് പറയുന്നത് ഈ മുകളിലേക്കും ബിൽഡിങ്ങിന്റെ മുകളിലേക്കും തീ പടരുന്നുണ്ട്. അത് ഉള്ളിൽ നിന്ന് നല്ല ശക്തിയായി തന്നെ തീ പടരുകയാണ് എന്നാണ്. എന്തായാലും ഇപ്പോഴും തീ അണക്കാനായിട്ടില്ല.